ഹലോ അസ്സാം വലൈക്കും. ഇന്ന് അറബി ഭാഷയിലെ ചില ഓപ്പോസിറ്റ് വേർഡുകളെ കുറിച്ചൊന്ന് നമുക്ക് പഠിക്കാം. ആദ്യമായിട്ട് തന്നെ ഖൈർ, നല്ലതിന് ഖൈർ എന്ന് പറയും. അപ്പൊ ചീത്തക്ക് ഷർ എന്ന് പറയും. അപ്പൊ ഖൈർ ഷർ, നല്ലതിന് ഖൈർ, ചീത്തക്ക് ഷർ. അതുപോലെ മോർണിംഗിന് സ്വബാഹ് എന്ന് പറയും. അപ്പൊ ഈവനിങ്ങിന് മസാ. സഹൽ എന്ന് പറഞ്ഞാല് എളുപ്പം. അപ്പൊ സഅബ് എന്ന് പറയും. പ്രയാസത്തിന് സഅബ് എന്ന് പറയും. മുകളിന് ഫൗക്ക് എന്ന് പറയും. അപ്പൊ താഴേക്ക് തഹ്ത് എന്ന് പറയും. നമ്മൾ മലയാളത്തിൽ പറയല്ലോ താഴത്ത് വെക്കുക, തഹ്ത് താഴെ, നല്ല യോജിപ്പുണ്ട്. അപ്പൊ ഫൗക്ക് തഹ്ത്. അതുപോലെ വലതിന് യമീൻ എന്ന് പറയും. അപ്പൊ ഇടതിന് ഇടതുന്നല്ല, ഈ ഇടതിന് എന്താണ് യസാർ എന്ന് പറയും. ഷിമാൽ ഒന്നും കേട്ടിട്ടുണ്ടല്ലോ, അത് മദ്രസയിൽ പഠിച്ച മദ്രസയിൽ പഠിച്ച യമീൻ ഷിമാൽ അമാം എന്നൊക്കെ പറയില്ലേ, അതിൽ ഷിമാൽ എന്ന് പറയാം. അതായത് യമീൻ ഷിമാൽ അങ്ങനെയും പറയാം. അതുപോലെ തന്നെ യമീൻ യസാറും പറയാം. അപ്പൊ ഇടത് എന്നതിന് രണ്ട് വാക്കുണ്ടെന്ന്. എന്താണ് യസാർ ഷിമാൽ. അതുപോലെ ഒന്നാണ് ചൂടിന് ഹാർ എന്ന് പറയും. ചൂട് ഹാർ എന്ന് പറയും ചൂടിന്. എന്നാൽ തണുപ്പിന് ബർദ് എന്ന് പറയും. യഥാർത്ഥത്തിൽ ചൂടിന് ഹെർ എന്നും തണുപ്പിന് ബർദ് എന്നാണ്. ഹാർ ചൂടുള്ളതാണ്, ബാരിദ് തണുപ്പുള്ളതാണ്. ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി. അതുപോലെ മധുരമുള്ളതിന് ഹുലു എന്ന് പറയും. ഹലു, നമ്മളെ ആൾക്കാർ സുക്കർ എന്ന് മാത്രം പറയും, പഞ്ചാര എന്നല്ല. സുക്കറിന് പഞ്ചസാരയാണ്. എന്നാൽ സുക്കർ പഞ്ചസാര ഇട്ടതിന്റെ മധുരമുള്ളതിന് സ്വീറ്റ് ആയതിന് എന്താ പറയാ, ഹുലു. ഹുലു നമ്മുടെ സൂപ്പർ എന്ന അർത്ഥത്തിന് ഹുലു. ഹുലു മാഷാ അല്ലാഹ് ഹുലു എന്നാണ്. അത് നേരെ ഓപ്പോസിറ്റ് മുറ് എന്നാണ്. മുറ് ഭയങ്കര കയ്പാണെന്ന് അറിയില്ല. ഇപ്പൊ നമ്മള് ചായ കുടിച്ചിട്ട് ഇത് ഭയങ്കര കയ്പാണെന്ന് പറയും. അതാ മുറ് വായത് മുറ്. ഓക്കെ, അവസാനമായിട്ട് ചെറുതിന് സഗീർ എന്ന് പറയും. എല്ലാവർക്കും അറിയുന്നതാണ്. ചെറുതിന് സഗീർ, വലുതിന് കബീർ, സഗീർ കബീർ എന്ന് പറയും. ഓക്കെ.